ഇതിന്റെ മേലെ കയറിട്ടാട്ടോ നമ്മള് വന്നത്. ഇതിനകത്തൂടെ പോകുന്നേ, നോക്ക് ചേട്ടൻ ഇപ്പൊ താഴെ വരുന്നുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവൻ്റെയിൽ കൗണ്ടി വിക്ലോയിൽ ബിയോണ്ട് ട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രീ ടോപ്പ് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയതാണ് കേട്ടോ. അതായത് അയർലൻഡിൽ തന്നെ ഹയസ്റ്റ് സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ കാർ പാർക്കിലേക്ക് പോവുകയാണ്. കാർ പാർക്കിങ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് തിരക്കുമായിരുന്നു കേട്ടോ കാർ പാർക്കിങ്. കാരണം ഇത് ഓപ്പൺ ചെയ്തത് ജൂൺ 21-നായിരുന്നു ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ്, സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. കുറേ വലിയ ട്രീകളും കുറേ പഴക്കങ്ങളുള്ള ട്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് ആനുവൽ ടിക്കറ്റ് വേണമെങ്കിൽ എടുക്കാം, പ്രീ ബുക്ക് ചെയ്തിട്ട് പോവാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സമയത്ത് ഹോളിഡേയ്സിൽ ഭയങ്കര റഷായതുകൊണ്ട് പ്രീ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൺഫേം ആക്കി വയ്ക്കാം. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, അന്ന് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കിട്ടി. ഫാമിലിക്ക് 38 യൂറോയാണ് ഫാമിലി ടിക്കറ്റ് വരുന്നത് കേട്ടോ. പിന്നെ പാർക്കിങ്ങിന് 5 യൂറോയുണ്ട്. പിന്നെ സ്ലൈഡിന് 2 യൂറോയും. ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിലുള്ള ചിലവ്. പിന്നെ ഇതിൻ്റെ അകത്ത് പിള്ളേർക്ക് പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളുണ്ട് ഇഷ്ടം. അതായത് ഒരു 2.5 hours നടക്കാനുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത്. അതായത് ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാം. പിന്നെ അതല്ലാതെ പിക്നിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഇവരുടെ സ്റ്റാഫ്. എന്നിട്ട് ഇതിൽ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അങ്ങനെയാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ വാക്ക് വന്നത്, അതായത് ഈ ട്രീ ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ പാത്ത് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ വുഡിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ പില്ലറും കാര്യങ്ങളും എല്ലാം ഇവർ കോൺക്രീറ്റിൽ വാർത്തിട്ട് പിന്നെ വുഡ് എഫക്റ്റ് വരുന്ന രീതിയിൽ വുഡ് പുറത്ത് വെച്ചിട്ട് ഇത് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാണ് ട്രീ ടോപ്പ് വാക്ക് അവൻ്റെയിൽ. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി. കണ്ടില്ലേ, 2 സൈഡിലും ഇതുപോലെ ആദ്യം കയറുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ വുഡ് വെച്ചിട്ട് നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പിയുടെ ടൈപ്പ് ഇടയ്ക്കക്കടെ ഇങ്ങനെ ഫെൻസ് വന്നതിൻ്റെ ഇത് നെറ്റ് പോലെ ആക്കി വെച്ചേക്കുന്നത് കമ്പിയുടെയാണ്. ഇത് ഫുൾ വുഡ്, നല്ല ഭംഗിയാണ്. നല്ല അതായത് താഴെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഏരിയയുടെ ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അതായത് ഒരു 30 മീറ്റർ ഹൈറ്റിലൊക്കെയാണ് ഇത് പോയേക്കുന്നത്. നമ്മളിതിൻ്റെ മേലെ ഈ ട്രീ ടോപ്പിൻ്റെ മേലെ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും ശരിക്കും അതായത് ഫോറസ്റ്റിലുള്ള വലിയ ട്രീകളുടെ മേലെ നമ്മൾ എത്തുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400 സംതിങ് മീറ്ററാണ് ഇത് മൊത്തം ലെങ്ത്ത് വരുന്നത്. പിന്നെ ഈ സ്ലൈഡിൻ്റെ ഹൈറ്റ് വരുന്നത് 30 to 40 മീറ്ററാണ്. അതായത് ആ സ്ലൈഡിൻ്റെ ഹൈറ്റ്, അത്ര ഹൈറ്റിലാണ് സ്ലൈഡ് വരുന്നത്. മൊത്തം ടോട്ടൽ ലെങ്ത്ത് വരുന്നതാണ് സ്ലൈഡിൻ്റെ 90 മീറ്ററിൽ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. വീൽ ചെയർ കൊണ്ടുവന്ന ആൾക്കാർക്ക്, വീൽ ചെയറിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം അങ്ങനെ വന്ന് കാണാം. അത് ഈവൻ ആ ട്രീ ടോപ്പിൻ്റെ മേലെ വരെ വീൽ ചെയർ കൊണ്ടുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത്രയ്ക്കും അവരത് ആ ഒരു സ്റ്റൈലാണ് അവരാക്കി വെച്ചിരുന്നത്. ചുറ്റും കണ്ടില്ല ഇങ്ങനെ വലിയ മരങ്ങൾ, നല്ല ഭംഗിയിലാണ് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്. പിന്നെ ഈ ട്രീ വാക്കിൻ്റെ സൈഡിൽ കൂടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറേ കളികളും കുറേ ഫ്ലവേഴ്സും കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾക്ക് പോണ വഴി ഓരോന്നായിട്ട് കാണാം. പിന്നെ പല ടൈപ്പ് ട്രീസ്, ഓക്ക്, റെഡ് വുഡ്, അങ്ങനത്തെ പല പേരുകൾ അറിയാത്ത പല മരങ്ങളുണ്ട്. കുറേ ബേർഡ്സ്, കുറേ എന്താ പറയുക, വൈൽഡ് അനിമൽസ് ഒന്നുമില്ല, ജസ്റ്റ് ബേർഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും ഇതാ ഞാൻ പറഞ്ഞിങ്ങനെ കുറേ വഴികളിൽ ഇതുപോലെ പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർ നമ്മളെല്ലാം കയറി അങ്ങനെ പിള്ളേർക്കൊക്കെ ഒന്ന്
എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ അനിമൽസിൻ്റെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് അവർക്ക് കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക്. അപ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണണം. ഒന്ന് എന്താ പറയുക, എക്സ്പീരിയൻസ് ഒന്ന് എല്ലാവരും ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യണം. ഇത് കണ്ടില്ല, ഇങ്ങനെ നമുക്ക് താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വീണ് പോയാലും നമുക്ക് പക്ഷെ താഴ്ന്ന കണ്ടില്ല, താഴോട്ട് പോകത്തില്ല. പക്ഷേ നമുക്ക് കാണുമ്പോൾ തോന്നും നമ്മൾ താഴോട്ട് ചാടിപ്പോകുന്നു. അങ്ങനത്തെ കണ്ടില്ല, ഇങ്ങനെ കുറേ കയറിൻ്റെ രീതിയിൽ, കുറേ വുഡിൻ്റെ ടൈപ്പിൽ, അങ്ങനെ പല ഷേപ്പുകളിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ആയിട്ടാണ് ചെയ്തു വെച്ചിരുന്നത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് വരാം. ഇതുപോലെ ഓരോ കളിക്കാനും അവർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ ബേർഡ്സിൻ്റെ പേരുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ഇങ്ങനെ കുറേ അത് നമ്മളവിടെ എത്തുന്നവരെ, അതായത് ഇങ്ങനെ ഓരോ ഇത് ടേൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ബേഡ, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ പിള്ളേർക്കൊരു രസം. ശരിക്കും എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. എന്നാൽ കൂടി നമുക്ക് അത്ര ആ ടയർഡ്നെസ് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ഹൈറ്റിൽ കൂടെയാണ് പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ വാക്ക് വേ പോകുന്നത് ഒരു ഏകദേശം ഒരു 20 മീറ്റർ മേലേക്കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പം നല്ല കാറ്റും ഇതുമായതുകൊണ്ട് നമുക്ക് ഈ പിള്ളേർ നല്ല ഫോട്ടോകളാണെങ്കിൽ നമുക്ക് ആ കാറ്റ് വരുന്നതുകൊണ്ട് ചൂട് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ പിന്നെ പറയാനുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ടവറിൻ്റെ അകത്തെത്തി കഴിഞ്ഞ് ടോപ്പിൻ്റെ ഇതിൽ കയറത്തില്ല. അന്നേരത്തേക്കും ഇവിടെ സ്ലൈഡിൽ കൂടെ വന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒരു മാറ്റ് വാങ്ങണം. അതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. മാറ്റ് വാങ്ങിച്ചിട്ട് ഭയങ്കര ക്യൂ. അതാണ് നമുക്ക് പറയുന്നത് 1-2 മണിക്കൂറിനടുത്ത് നമ്മുടെ ടൈം മുഴുവൻ അവിടെയാണ് പോയത്. അപ്പോൾ നമ്മൾ ആ മാറ്റ് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പിന്നെ മേലെ കയറിയിട്ട് വീണ്ടും അവിടെയാണ് €2 നമ്മൾ ഇടണത്. ഇട്ടിട്ടാണ് നമ്മൾ സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരുന്നത്. അവിടെയും ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സമയം കുറേ പോകുന്നുണ്ട്. അതാണൊരു പ്രശ്നമുള്ളത്. പിന്നെ എന്താ പറയുക, നമുക്കവിടെ കഫേ, ടോയ്ലറ്റിൻ്റെ സൗകര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഇഷ്ടംപോലെ, ടോയ്ലറ്റിൻ്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഈവൻ ഫുഡിനാണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. പിന്നെ അവിടെ അല്ലാതെ നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നടക്കാനാണെങ്കിലും ഈ ഫോറസ്റ്റ് വാക്കായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ തന്നെ നമുക്ക് നടന്ന് എൻജോയ് ചെയ്ത് ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ശരിക്കും നമ്മൾ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് കഴിക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി കഴിക്കാം. ഇഷ്ടംപോലെ ഇങ്ങനെ പിക്നിക്കിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളുണ്ട്. പിള്ളേർക്ക് പാർക്കിൽ വന്നിരുന്ന് കളിക്കാൻ ഗാർഡനുണ്ട്. പക്ഷെ നമ്മളിതിലെല്ലാം ഒന്നും കയറുന്നില്ല. കാരണം നമ്മൾ ഈ ക്യൂ നിന്ന് തന്നെ നമ്മുടെ സമയം കുറേ പോയി. നമ്മൾ
അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ അകം. നമ്മൾ ആൾക്കാരെ കുറേ ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. ഈ കാണുന്ന ആ സിൽവർ കളറിലുള്ളതാണ് കേട്ടോ സ്ലൈഡ്. അപ്പോൾ ആ ശരിക്കും സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92 മീറ്റർ ലെങ്ത്താണ്, ഹൈറ്റ് വരെ 38 മീറ്റർ അങ്ങനെ കണ്ടാണ്. അപ്പോൾ ആ അത്രയും ലെങ്ത്തിൽ കൂടെ അത് വരുമ്പോൾ നമുക്കൊരു എനിക്കൊക്കെ ഒന്ന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അകത്തുനിന്ന് ഒരു പാത്രം, അതായത് ഒരു 11-12 സെക്കൻഡിനുള്ളിലാണ് അതിൻ്റെ അത്രയും മേലെ നിന്ന് അവസാനം താഴോട്ട് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞല്ലോ ഒരു തീയൊക്കെ പോലെ ഒരു ഫീലായിരുന്നു, എന്തോ കത്തും പോലെ അങ്ങനത്തെ ഒരു ഫീല്. പിള്ളേരെ അപ്പോൾ ഇവർ പറയണത് ശരിക്കും എബവ് 6 ഇയേഴ്സ് ഓൾഡിനെയൊക്കെ മാത്രമാണ് തന്നെ വിടാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നുള്ള 6 ഇയേഴ്സൊക്കെ അത് ടു യങ് ആണ്. ഇവർ ഞങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങളുടെ കൂടെ വന്നത്. പക്ഷേ 6 ഇയേഴ്സിനൊക്കെ ഇവർ പറയണത് നമുക്ക് തന്നെ പേടിയാവും. അപ്പോൾ പിള്ളേരെ അങ്ങനെ വിടണമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര സേഫാണ്. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടത് വന്നത്, നമ്മളവിടെ നിന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് താഴെ എത്തും, അങ്ങനത്തെ ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റൊക്കെ കിട്ടി നമ്മൾ മേലോട്ട് നടക്കുവാണ്. മേലെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞ് 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് അവിടെ വിക്കളവും മൊത്തം കാണാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോക്കുക, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എല്ലാ ട്രീയുടെ മേലെ നമ്മളെത്തും. അതാണ്, അത്രയ്ക്ക് ഹൈറ്റിലാണ് ഈ സംഭവം നിൽക്കുന്നത്. അത്രയും ആ ഫോറസ്റ്റിലുള്ള അത്രയും എന്താ പറയുക, അത്രയും വർഷങ്ങൾ ഓൾഡായിട്ടുള്ള ട്രീയുടെ അത്ര ഹൈറ്റുണ്ട്. അത്ര 38 മീറ്ററാണ് മൊത്തം ഹൈറ്റ് തന്നെയെന്ന് എനിക്ക് തോന്നുന്നത്.